ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ പരീക്ഷണത്തിലാണ്. ഇതിനു മുമ്പ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇതറിയാത്തവർക്കും അതുപോലെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇതുപോലത്തെ ബ്ലോക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലോത്തുകളിൽ പ്രിൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് പ്രിൻറ്റിങ്ങിനുള്ള ബ്ലോക്സ് ആണ് ഇത്. നമ്മൾ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ മീഷോ അതിലെല്ലാം നമുക്ക് ഓൺലൈനായിട്ടും ഈ ഒരു അച്ചുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിസൈൻസ് എൻ്റെ ഒരു അപ്പോൾ ഈ ഒരു ബ്ലോക്സ് നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്, ഷോപ്പുകളിലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ടല്ലോ, അതിലെല്ലാം ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ചെണ്ണം ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതും ചിലത് ഞാൻ ഷോപ്പുകളിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ള അച്ചുകളാണ്. അപ്പോൾ ഇതിലെല്ലാം ഇതിപ്പോൾ ചിലതിലിപ്പോൾ ഈ കളേഴ്സ് വേണമെന്നുള്ളൂ, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് കസ്റ്റമൈസ്ഡ് ഡ്രസ്സസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഒന്നും ആരും അങ്ങനെ ഓർഡർ ചെയ്യണം എന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ കുറേ കാലം കൊണ്ട് ഈ ഒരു ബ്ലോക്കൊക്കെ വാങ്ങുമ്പോഴും ഇത് വെച്ച് ഡ്രസ്സ് ചെയ്തിടണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റിന് പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സ് റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഓക്കെ, നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് അതിന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലത്തെ ഒരു നമ്മളുടെ പ്ലെയിൻ ഒരു കുഞ്ഞു ഉണ്ണിക്കുള്ള ഡ്രസ്സാണ് കേട്ടോ തയ്യാറാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് ഇവിടെ ഫുൾ പ്ലെയിൻ ആണല്ലോ, അപ്പോൾ നമുക്കൊരു പ്രിൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വിചാരിച്ചു ഒരു വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമല്ലോ എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ബ്ലോക്സ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഓയിലിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഇതൊക്കെ അതുപോലെ ഓയിലിൽ കുറച്ച് നേരം ഡിപ്പ് ചെയ്ത്, അതായത് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇത് ഫുള്ളായിട്ട് നിറയുണ്ടായിരുന്നു. അതങ്ങനെ ചെയ്യണോ വേണ്ടതെന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പില്ല കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തത് ഞാൻ അങ്ങനെ ഡിപ്പ് ചെയ്യാത്തൊരു അച്ചായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കുന്നംകുളം HNC നിന്നായിരുന്നു ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഈ ഒരു കളറ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഒരു ഫ്ലോറൽ ഡിസൈനാണ്. അപ്പോൾ ഇതുപോലെ പല ഡിസൈൻസും ഉണ്ട് കേട്ടോ നമുക്ക് ഷോപ്പുകളിലെ. മാംഗോ ഡിസൈൻ ഇങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇത് കണ്ടോ, ഇതൊരു ബോർഡർ ഡിസൈനാണ്. ഇതുപോലെ ബോർഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അച്ചുകളും ഉണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു ഫ്ലോറലാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു ഷെയ്ഡിൽ ഞാനൊരു ഡ്രസ്സിൽ ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി കാണിച്ച് തരാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഞാൻ ഓയിലൊന്നും ഇത് ചെയ്യുകയൊന്നും ചെയ്തില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 65 റുപ്പീസായിരുന്നു ഇതിന് റേറ്റ് ഉണ്ടായിരുന്നു. ഇത് ഓരോ പല റേറ്റിലുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിതിനൊക്കെ 40 റുപ്പീസ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഓരോ ഡിസൈനിനനുസരിച്ചിട്ടാണ്. ഇത് കുറച്ച് നല്ല ഭയങ്കര ഒരു ഫ്ലവറാണ്, അതുകൊണ്ടായിരിക്കും 65 രൂപ ഉണ്ടായിരുന്നു ഇതിന്. ഇതൊക്കെ ഞാൻ ഓൺലൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ നമുക്ക് ഓൺലൈനിൽ കുറച്ചെണ്ണം ഒരു 5 or 6 എണ്ണം ഒക്കെ 200 സംതിങ്ങിനൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ഇതിൽ നമ്മളുടെ പെയിൻ്റ് ആക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ പല ഞാൻ ചാനൽസിലും കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു സ്പോഞ്ച് എടുത്തിട്ട് അതിൽ നമ്മൾ പെയിൻ്റ് ആക്കി അതിൽ ഇത് ഡിപ്പ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നതായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ആകുമ്പോൾ അധികം അങ്ങോട്ട് കറക്റ്റായിട്ട് വന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഡയറക്റ്റായിട്ട് നമ്മളുടെ ഈ ഒരു പെയിൻ്റ് ഉണ്ടല്ലോ അത് ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ അച്ചിൽ സ്പ്രെഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ സ്കാർലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഒരു ഓറഞ്ച്, ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡായിട്ടുള്ളത്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു ബ്ലോക്കിൽ ഞാൻ പെയിൻറ്റ് വെച്ചിട്ട് നമ്മളെ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പോഞ്ചിൻ്റെ പീസ് ഉണ്ടാവില്ല, അതിൽ നമ്മൾ പെയിൻറ്റ് ആക്കിയതിന് ശേഷം അതിൽ ഈ ഒരു അച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്തിട്ടുള്ളതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. അച്ച് ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് കൊടുക്കണം. നല്ലോണം പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്രിൻ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ കറക്റ്റായിട്ട് പെയിൻറ്റ് എല്ലായിടത്തും ആക്കാത്തത് കൊണ്ടാണ് എനിക്ക് ആ ലൈൻസൊക്കെ ചിലത് മിസ്സായി പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചില സമയത്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇഷ്യൂസ് വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളുടെ ബ്രഷ് എടുക്കുക, ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക, അത്രയേ വേണ്ടുള്ളൂ. ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അത് അധികം സമയത്തും നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ജസ്റ്റ് വരയ്ക്കാൻ അറിയില്ലെങ്കിലും ഇത് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാനിത് ആ ഒരു ക്ലോത്ത് മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള സെറ്റ് മുണ്ടുകളിലോ സെറ്റ് സാരികളിലോ ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.